കൊല്ലം പുനലൂരിൽ കാട്ടുപന്നിയെ പിടിക്കാൻ വെച്ച പന്നിപ്പടക്കത്തിൽ കടിച്ച് വളർത്തുനായ ചത്തു. സമീപത്തെ തോട്ടത്തിൽ നിന്ന് പന്നിപ്പടക്കം കടിച്ചെടുത്ത് കൊണ്ടുവരുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തുണിയായപ്പോഴത്തേന് ഉഗ്ര സ്ഫോടന സൗണ്ട് കേട്ടു. ഞങ്ങളെല്ലാം വീടിൻ്റെ അകത്തേക്കുമായിരുന്നു. അപ്പോഴത്തേനും കഥ തുറന്ന് നോക്കിയപ്പോഴത്തേന് മൊത്തം പുകയായിരുന്നു, ഒന്നും കാണാൻ വയ്യായിരുന്നു. അങ്ങനെ നമ്മളെ ലാവനത്തിൽപ്പെട്ട ഡോഗായിരുന്നു അത്. താഴെ ആരോ പന്നിപ്പടക്കം വെച്ച് പന്നി പടക്കം എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അത് കടിക്കുമായിരുന്നു. കടിച്ചപ്പോൾ പൊട്ടിത്തെറിക്കുമായിരുന്നു. അങ്ങനെ വീടിൻ്റെ ഗ്ലാസും വീടിൻ്റെ ഭിത്തി എല്ലാം പൊട്ടലുണ്ടായി. ഇനിയും വെച്ചിട്ടാണ്, ഒരെണ്ണമായിട്ട് അയാൾ കൊണ്ടുവെക്കത്തില്ല. അപ്പം 5-6 കാണും. മിക്കവാറും നാളെ വെട്ടാൻ വരുന്നവരും കയറി ചവിട്ടും. അപ്പം പുള്ളിയെ പോലീസ് പിടിച്ചിട്ടുണ്ട്, പേര് സ്റ്റേഷനിലുണ്ട്. കണ്ണൻ നായർ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, ഓമനയായി വളർത്തിയ വളർത്തുനായ്ക്കാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചത്. വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ആരാണ് ഈ പന്നിപ്പടക്കം വെച്ചത്? പ്രദേശവാസിയായിട്ടുള്ള ഒരാളെയാണ് സംശയം. അയാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോട് കൂടിയാണ് സംഭവം. വീട്ടിൽ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നിരുന്നു. ആ സമയത്ത് ഉഗ്ര സ്ഫോടനം ഉണ്ടാകുകയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങൾ നോക്കുമ്പോൾ 5 വയസ്സ് പ്രായമുള്ള തങ്ങളുടെ ഓമനയായി വളർത്തിയിരുന്ന ഒരു വളർത്തുനായ, ലാബിനത്തിൽപ്പെട്ട വളർത്തുനായാണ്. ആ നായ തല ചിതറി കിടക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അതിനുശേഷം വീട്ടിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ഈ നായ എന്തോ ഒരു വസ്തു കടിച്ചെടുത്തുകൊണ്ട് വരികയും അത് കടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യുന്നത് ദൃശ്യങ്ങൾ മനസ്സിലാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ CCTV രാവിലെയൊക്കെ ഉള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പ്രദേശവാസിയായിട്ടുള്ള ഒരു വ്യക്തി അതുവഴി കടന്നു പോകുന്നത് കണ്ടിരുന്നു. അയാളാകാം ഇത്തരത്തിൽ ഒരു പന്നിപ്പടക്കം അവിടെ വെച്ചിട്ടുള്ളതെന്നാണ് സംശയം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. എടുത്തു പറയേണ്ടത്, ഈ നായ വീടിനകത്തേക്ക് എപ്പോഴും വരുന്ന ഒരു നായയായിരുന്നു. കുട്ടികളടക്കമുള്ളവരുടെ ഉള്ള ഒരു വീട് കൂടിയാണ്. ആ സമയത്ത് ഏതെങ്കിലും പകൽ സമയത്തോ മറ്റോ ഇത് കടിച്ചെടുത്തുകൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. നേരത്തെയും സമാനമായ രീതിയിൽ മറ്റൊരു പ്രദേശവാസിയായിട്ടുള്ള ബാബുവിന്റെ ഒരു വളർത്തുനായയും ഇത്തരത്തിൽ ചത്തിരുന്നു. അത് എല്ലാം തന്നെ ഈ വ്യക്തി, ഇപ്പോൾ പിടിയിലായിട്ടുള്ള വ്യക്തി കൊണ്ടുവച്ച പന്നിപ്പടക്കത്തിൽ നിന്നുണ്ടായ സ്ഫോടനത്തിന് മൂലമാണ് എന്നുള്ളതാണ് ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. എന്തായാലും വലിയ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കൊല്ലം ഏരൂരിൽ ഉണ്ടായത്.